എന്റെ സ്വയം പ്രഭേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആഘോഷത്തിന്റെ കൂടെ അങ്ങ് കൂടുന്നതല്ലയോ നല്ലത്? ഞാൻ കൂടിയില്ലേലും അവരങ്ങ് പരിപാടി നടത്തും. കല്യാണം വരില്ലേ, അതിന് സഹകരിക്കാതിരിക്കാൻ പറ്റുമോ? വധുവിന്റെ അമ്മായിയായിട്ട് ഒരുങ്ങിയിരിക്കേണ്ടത് ആരാ? നീയല്ലേ പ്രഭേ? അതുകൊണ്ട് ഈ ബർത്ത്ഡേ പരിപാടിക്ക് അങ്ങ് സഹകരിച്ചേക്കാം. പിന്നെ ആഘോഷത്തിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ വാട്സപ്പിൽ അങ്ങ് ഇട്ടോളാം കേട്ടോ. ആമീൻ കാഞ്ചു കൂടി അമ്പലത്തിൽ പോയിരിക്കുക. നിന്റെ യൂട്യൂബ് ചാനലിൽ ഇടണം കേട്ടോ, വൈറലാക്കണം. എന്തോ കള്ളോ? അതെന്താ സാധനം? ഞാനോ? എന്റെ പട്ടി കുടിക്കും. വാങ്ങിച്ചു വെക്കുന്ന കള്ളേ ഞാനല്ലാതെ പിന്നെ ആര് കുടിക്കാനാ? മോളെ എന്താ ജോലി ചെയ്യണം? യോ, ആമീരെ പിറന്നാളാഘോഷത്തിന് വരാൻ പറ്റാത്തതിനെ പ്രഭ കിടന്ന് കയറ് പൊട്ടിക്കുക. കുഞ്ഞമ്മയ്ക്ക് വേണമെങ്കിൽ വരായിരുന്നല്ലോ. തറവാട് വീടിന്റെ മെയിന്റനൻസ് നടക്കില്ലയോ? പ്രഭ അവിടെ നിന്നേ പറ്റൂ. പാവം പ്രഭ. കൊച്ച, ഈ ടേബിൾ ഒന്ന് പിടിച്ചേ, കുറച്ചങ്ങോട്ട് നീക്കിയിടാൻ. അയ്യോ, എന്റെ തണ്ടലാകെ പോയി കിടക്കല്ലേ. കൊഴപ്പില്ല, ഒരിച്ചിരി നീക്കിയാ മതി. ഒന്ന് പിടിച്ചേ. അങ്ങോട്ടല്ലേ, ഇങ്ങോട്ടേക്ക്. ഇങ്ങോട്ട്. മോളെ മരുമോൻ വന്നല്ലോ. സൊനാലി കുടുംബക്കാര് മുഴുവൻ കാണും. മമ്മിയും സുജാതയും ഭാവനയും. ഇല്ല, സിദ്ധാർത്ഥൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ കളർഫുൾ ആയേനെ, പ്രത്യേകിച്ചും താര. ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഗുഡ് മോർണിംഗ്. ഹൗ ഡു യു ഡു? ഫൈൻ. അയ്യോ, അമ്മായിമ്മയ്ക്കുള്ള പിറന്നാൾ സമ്മാനമായിട്ട് വരികയാണോ? ഇതൊക്കെ ഞാൻ മേടിക്കുമായിരുന്നല്ലോ. എന്തായാലും ഞാൻ മേടിച്ചു പോയല്ലേ, അടുത്ത പ്രാവശ്യം ആവട്ടെ. കഷ്ടമാ കുട്ടി കാണിക്കുന്നേ. മക്കളെ, പിന്നെ ഞാൻ മേടിക്കാൻ പോവല്ലേ. എവിടെ ബർത്ത്ഡേ കാരി? ആമിയെ അമ്പലത്തിലേക്ക് പോയിരിക്കുക. ആമിയോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. വരട്ടെ, സർപ്രൈസ് ആയിട്ട് പറയാം. മോനെ, എന്റെ ചേട്ടൻ രവിശങ്കർ മരിച്ചതിന് പിന്നെ ആമി സ്വന്തം പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. മക്കളിരിക്കും. അയ്യോ, ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ജന്മദിനത്തിന്റെ അന്ന് അമ്പലത്തിൽ പോലും പോകില്ലായിരുന്നു. കൊച്ചെങ്ങനെ ആവും ഞാനാവും. എന്നാലുവേ അപ്പൂന്റെയും ബാലുവിന്റെയും കാഞ്ചുവിന്റെയും ഒക്കെ പിറന്നാൾ വരുമ്പോ കൂടെ കൂടും. പക്ഷെ സന്തോഷത്തോടല്ല, ഒരു സങ്കടത്തിന്റെ ഒരു കടലുള്ളി കാണും. അത് കാണുമ്പോ ഞങ്ങൾക്കും സങ്കടം വരും. പക്ഷെ ഇപ്പൊ ഈ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുമ്പോ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഞാനും പ്രഭയൊക്കെ കുറെ ശ്രമിച്ചതാ. ബർത്ത്ഡേ സർപ്രൈസ് തരാമെന്ന് ഞാൻ എത്ര പ്രാവശ്യം ആമിയോട് പറഞ്ഞു, പക്ഷെ അവര് സമ്മതിച്ചിട്ടില്ല. എന്റെ കൊച്ചച്ച, ആഘോഷങ്ങൾക്കൊക്കെ ആരുടെയും നേരത്തെ പറഞ്ഞിട്ടാണോ സർപ്രൈസ് കൊടുക്കുന്നത്? ആണോ? മോനെ വല്ലത് കഴിച്ചായിരുന്നോ കാലത്ത്? കഴിച്ചായിരുന്നു. കഴിക്കാതെ വിടുവോ മമ്മി? മമ്മിക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് നിർബന്ധം മമ്മിയുടെ കൈ കൊണ്ട് എന്തെങ്കിലും കഴിക്കാതെ ഒരു പുതിയൊരു ദിവസം തുടങ്ങാവുന്നു. മാതാപിതാക്കന്മാരെ അങ്ങനെ കാണുന്നവർക്ക് മാത്രമേ നല്ലൊരു കുടുംബനാഥനാകാൻ കഴിയൂ. എന്നിട്ട് കൊച്ചൻ എന്താ നല്ലൊരു കുടുംബനാഥനാവാത്തെ? കർമ്മബലം. അതെ, ഞാൻ കിച്ചണിലെ കാര്യം നോക്കട്ടെ. എടോ വാ,
എടോ കിച്ചണിലെ കാര്യം എന്തേ? വാ. തുടങ്ങി വെച്ചതേ ഉള്ളൂ, വാ വാ. നോക്കാം. ഓ, എന്തുവാ ഇത്? വയസ്സാങ്കാലത്തൊരു കേക്ക്. ദേ, എല്ലാം ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കേ, ഇതോ. അതൊന്നും ഇപ്പൊ വേണ്ട, അവിടെ വെക്ക്. അയ്യേ, ഓ കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ ആണേല് കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതൊക്കെ കൊച്ചിന്റെ ഒരു മാട്ട നാടകമാ. ഞാനും ബാലുവും പലതവണ ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോഴേ എടങ്കോലിട്ടത് ഇവരെ ഭാര്യയും ഭർത്താവും കൂടിയാണ്. പിന്നെ ആ സർപ്രൈസ് കൊടുക്കുന്നത്. അയ്യേ, സിദ്ധുമോനെ, ഓ ഓ കൊച്ചാ. ഓ DYSP എന്നെ വിളിച്ചായിരുന്നു. ബാലുമോൻ കേരളത്തിലില്ല, ഇന്ത്യക്ക് പുറത്തേക്ക് കടന്നു എന്നാ DYSP പറഞ്ഞത്. മോന് വല്ല അറിയിപ്പും കിട്ടിയായിരുന്നോ? ഇല്ല, അതെ, മറ്റേ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആദ്യം അവര് റിയെ കണ്ടുപിടിക്കട്ടെ, അതോടെ ബാലു എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അവളെ കിട്ടാൻ വലിയ പാടാ മോനെ. ഉരുക്ക് വനിതയാ, ഉരുക്ക് വനിത. ഈ മുടിയൊന്നും ഇല്ലാത്തോണ്ടേ ആൺവേഷം കെട്ടി നടന്നാലും പിടിക്കാൻ പറ്റത്തില്ല. അവള് സുകുമാരക്കുറുപ്പല്ല, സുകുമാരക്കുറുപ്പിയ, മിടുക്കിയ. ഇപ്പോഴും ചാറ്റിംഗ് ഉണ്ടോ? എന്തുവാ ചാറ്റിംഗ് ഉണ്ടോന്ന്? വാട്സാപ്പ്. അതൊക്കെ ബ്ലോക്ക് ചെയ്തില്ലേ അന്നേ തന്നെ പ്രഭ? അവളായിരിക്കും ബ്ലോക്ക് ചെയ്ത. അപ്പൊ ശരിയെന്നാ, നടക്കട്ടെ. ഇനി വല്ല മെസ്സേജും വന്നാൽ അവളെ ഞാൻ പൂട്ടി എന്നിട്ട് പോലീസിൽ കൊണ്ടങ്ങ് ഏൽപ്പിക്കും. പൂട്ടിക്കോ. ഇതൊരു സ്പെഷ്യൽ ടാസ്കാ. ഇത് അട, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഏലക്ക, ചവ്വരി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാലട ഉണ്ടാക്കാനായിട്ട്. എങ്കിൽ സമയം കളയണ്ടാക്കി തുടങ്ങിക്കോ. അയ്യാടാ, ഞാനല്ല സിദ്ധുവായിട്ടില്ല പാലട ഉണ്ടാക്കുന്നത്. ഞാനോ? കറി ഐറ്റങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. പാലടയുടെ ടാസ്ക് ഞാനങ്ങ് ഏൽപ്പിക്കുക. ചെയ്തു എന്നെ തുടങ്ങിക്കോ. എന്താ പാലട ഉണ്ടാക്കാൻ അറിയില്ലെന്നുണ്ടോ? പാലട ഉണ്ടാക്കാനോ? എനിക്കോ? നീ ഒന്ന് പോയി തുടങ്ങിക്കോ. തുടങ്ങിക്കോ. പാലും ഗീയും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തോ. ഓ, ഇതേത് ഷാമ്പു? അതെ, അത് ഷാമ്പു അല്ല, പായസത്തിൽ ഉപയോഗിക്കാനുള്ള നെയ്യ. അതല്ലടോ, തന്റെ ഈ തലമുടിയിൽ യൂസ് ചെയ്യുന്ന ഏത് ഷാമ്പു? നല്ല സ്മെല്ല്. അതെ, ആമി സ്പെഷ്യൽ ചെമ്പരത്തി പൂവും വെളിച്ചെണ്ണയൊക്കെ കൊണ്ട് കാച്ചി ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ. ചെമ്പരത്തി പൂവോ? ചെമ്പരത്തി പൂ, അതുകൊണ്ട് എണ്ണ ഉണ്ടാക്കാം. നിങ്ങളെ പോലുള്ളവർക്ക് ചെവിയിലും വെക്കാം. നിന്നെയല്ലേ കെട്ടാൻ പോന്നേ? മിക്കവാറും ചെമ്പരത്തി പൂ വെക്കേണ്ടി വരും. കൊഞ്ചാതെ പോയി പാലട ഉണ്ടാക്കാൻ നോക്ക്. സർപ്രൈസ്. ഓക്കേ, എന്തോ തുടങ്ങിക്കോ മാഷേ. അട തുടങ്ങിക്കോ. ഇപ്പൊ ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യാനാണോ എന്തോ. ഈ പാലുണ്ടെന്ന് പറഞ്ഞ പാക്കറ്റാണോ അതോ നാടൻ പാലാണോ? നാടൻ പാലേ പാക്കറ്റിലാക്കിയത്. ഈ മരുമോൻ ചെക്കനെ കള്ളു കുടിക്കത്തില്ല. അവനെ കൊണ്ടൊന്ന് ശീലിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ കയ്യിന്ന് എത്ര കാശാ ചെലവാവുക. വെള്ളം റോഡില്ല. ഇന്നെന്തായാലും സമാധാനമുണ്ട്. എന്റെ ഭദ്രപ്പള്ളി തിരുമേനി. ടച്ചിങ് ഒന്നും കാണുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു, എല്ലാം അവള് സെറ്റാക്കി വെച്ചേനെ. അവളൊരു ബാർബിക്യൂവാ.